ഈ ക്രിസ്മസിന് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല എരിവുള്ള ചിക്കൻ റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു വീഡിയോ നോക്കി വെച്ചോളൂ കേട്ടോ. അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞിട്ട് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഞെരടി എടുക്കണേ, ആ വെള്ളമൊക്കെ വരുന്നിടം വരെ. ഇനി അതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതേ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നിടം വരെ. ഇനി ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇട്ടിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആണ്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ അങ്ങ് വേവിച്ചെടുത്തതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ നമ്മളത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊടികൾ ചേർത്ത് വഴറ്റിയ ശേഷം ആ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതിയേ. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവേ. 1 ടീസ്പൂൺ വീതം കുരുമുളകും പെരുംജീരകവും കൂടി ഒന്ന് ചതച്ചതും, പിന്നെ 1 തക്കാളിയും കുറച്ച് പച്ചമുളക് ഒന്ന് കീറിയതും, കുറച്ച് പച്ചക്കറിവേപ്പിലയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ അങ്ങ് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാവും. കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുമേ. കുക്കിംഗ് ഒക്കെ തുടങ്ങി വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഇത്. ഈ ക്രിസ്മസിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.